കോഴിക്കോട് തിക്കോടിയിൽ കടലിൽ മുങ്ങി മരിച്ച വയനാട് സ്വദേശികളായ 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. സംസ്കാരം ഇന്ന് നടക്കും. ആയിരക്കണക്കിന് സന്ദർശകർ എത്തുന്ന തിക്കോടി ബീച്ചിൽ സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലെന്നും സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സുരക്ഷിതമാക്കണമെന്നും ടി സിദ്ദിഖ് MLA ആവശ്യപ്പെട്ടു. ഇന്നലെ വൈകിട്ടോടെ തിക്കോടി കല്ലകത്ത് ബീച്ചിലാണ് 4 പേരുടെ ജീവനെടുത്ത അപകടമുണ്ടായത്. അവധി ദിവസമായ ഞായറാഴ്ച കോഴിക്കോട്ടേക്ക് വിനോദയാത്രയ്ക്കെത്തിയ സംഘം കടലിൽ ഇറങ്ങുകയും തിരയിൽപ്പെടുകയുമായിരുന്നു. അപകടത്തിൽ മരിച്ച 4 പേരുടെയും മൃതദേഹങ്ങൾ പുറത്തെടുത്തത് മത്സ്യത്തൊഴിലാളികളാണ്. 4 പേരുടെയും മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഒഴിവു ദിവസങ്ങളിൽ ആയിരക്കണക്കിന് സന്ദർശകർ എത്തുന്ന ബീച്ചാണ് തിക്കോടിയിലേത്. പയ്യോളി മുതൽ തിക്കോടി വരെ പരന്നുകിടക്കുന്ന 5 കിലോമീറ്റർ ഡ്രൈവിൻ ബീച്ച്. കണ്ടാൽ സുരക്ഷിതമെന്ന് തോന്നുന്ന ഈ കടൽ തീരമാണ് 4 പേരുടെ ജീവൻ കവർന്നത്. 24 മണിക്കൂറും സജീവമായ ബീച്ചിൽ സ്ഥിരം ലൈഫ് ഗാർഡുമാർ പോലുമില്ല. സഞ്ചാരികൾക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങളും ഇല്ല. സർക്കാരും സംവിധാനങ്ങളും അടിയന്തരമായി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള വലിയ സത്വര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഓരോ ടൂറിസം ഡെസ്റ്റിനേഷനും പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത് പ്രാദേശികമാണെങ്കിലും ഗവൺമെൻറ് തലത്തിലാണെങ്കിലും അതിൻ്റെ സെക്യൂരിറ്റി സൈഡൂടെ കൃത്യതയിൽ ഉറപ്പുവരുത്തിയിട്ട് വേണം അവിടെ ജനങ്ങളെ ആകർഷിക്കാൻ. മരിച്ച വാണി, ഫൈസൽ, മാനന്തവാടി സ്വദേശിയായ അനീസ എന്നിവരുടെ സംസ്കാരം ഇന്നും, കൽപ്പറ്റ സ്വദേശിയായ ബിനീഷിന്റെ സംസ്കാരം നാളെയുമാണ് നടക്കുക. ന്യൂസ് മലയാളം, കോഴിക്കോട്.